മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രനൊപ്പം ചേരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കൊക്കെ പലതരത്തിലുള്ള ഓർമ്മകളാണ് അഭിലാഷമുള്ളത്. അതായത് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ P. ജയചന്ദ്രൻ എന്ന ഗായകനെ സമീപിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം അതെന്തായിരിക്കും? ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അല്ല ജയേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ മാത്രം ഞങ്ങൾ അങ്ങനെ ഒരു ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം വ്യക്തിബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിലാണ് ആ ബന്ധം ആദ്യം ഉണ്ടായത്. ജയേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മറ്റ് ഗായകരിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തനാണ് ജയേട്ടൻ. കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തിനൊരു ഫേസ്ബുക്ക് അക്കൗണ്ടില്ല, അദ്ദേഹത്തിനൊരു വാട്സാപ്പ് അക്കൗണ്ടില്ല, അദ്ദേഹത്തിനൊരു ഫോൺ തന്നെ അദ്ദേഹത്തിനൊരു സ്മാർട്ട് ഫോണില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഉള്ള PR വർക്കുകളില്ല. ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ജയേട്ടൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതേസമയം തന്നെ ഒരു മുൻ ചുണ്ടിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ചുണ്ടിക്കാരനായിരുന്നു, സഹോദരനും ചുണ്ടിക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ചുണ്ടിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ജയേട്ടൻ ചോദിക്കും, ആരാ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ മാതൃഭൂമിയാണെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം വേണ്ട, മാതൃഭൂമി ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സമീപിക്കാൻ വളരെ വിഷമമുള്ള ഒരു ഗായകനാണ് ജയേട്ടൻ. പക്ഷേ ജയേട്ടനായിട്ട് അടുപ്പമുണ്ടെങ്കിൽ, ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ, നമുക്ക് ആ സൗഹൃദത്തിലൂടെ പോയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ജയേട്ടൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ജയേട്ടൻ്റെ സദസ്സിലൊക്കെ ജയേട്ടൻ ഞങ്ങളുടെ സദസ്സുകളിലൊക്കെ ജയേട്ടൻ പാടാറുണ്ട്. ഇപ്പോൾ ശോഭന പരമേശ്വരൻ നായർ, പരമോണ്ണനുള്ള സദസ്സുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു 10-20 കൊല്ലം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന സദസ്സുകളാണ്. അപ്പോൾ 2003 നിറം എന്ന സിനിമയ്ക്ക് ജയേട്ടൻ പാടിയിട്ടൊരു വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. അത് ആ പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ളൊരു ഗാനമാണ്. അപ്പോൾ ജയേട്ടൻ ആ പാട്ട് വരുമ്പോഴേക്കും ജയേട്ടൻ ഈ ന്യൂജൻ പാട്ടുകാരെ മുഴുവൻ ജയേട്ടൻ ആ സമയമാകുമ്പോഴേക്കും ജയേട്ടൻ പിന്നിലാക്കി കഴിഞ്ഞാൽ ഒറ്റപ്പാട്ട് അത് വിദ്യാസാഗർ തന്നെ അത് ഓർമ്മിക്കുന്നുണ്ട്. മറ്റ് പലരും പാടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു യൗവനം നിറഞ്ഞ ഒരു യൂത്ത്ഫുൾനെസ് ജയേട്ടൻ്റെ വോയിസിൽ എപ്പോഴും ഉണ്ടാവും. ജയേട്ടൻ അതിന് ശേഷം 60 വയസ്സിന് ശേഷമാണ് ജയേട്ടൻ്റെ ഈ പാട്ട് ജീവിതത്തിൽ ഏറ്റവും പുതിയ പാട്ടുകൾ, ഈ യുവത്വത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ഈ 60 വയസ്സിന് ശേഷമാണ്. എല്ലാം ഈ 2000-ന് ശേഷം ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകളിലൊക്കെ ഒരു വലിയൊരു യൂത്ത്ഫുൾനെസ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുമെങ്കിലും ഈ സ്വകാര്യ സദസ്സുകളിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും പാടാറില്ല. ഇന്ന് വരെ ഞാൻ ഒരു സ്വകാര്യ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ കേട്ട പാട്ടെന്ന് പറയുന്നത് ദാസേട്ടൻ പാടിയിട്ടുള്ള അഭയം എന്ന സിനിമ പരമോണ്ണ നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലെ ജിയുടെ കവിത ശ്രാന്തമമ്പരം എന്നുള്ള കവിതയാണ് ഞാൻ പരമോണ്ണനൊക്കെയുള്ളപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പാടിയത്. അപ്പോൾ ആ പാട്ട് ഈ എലൈറ്റ് ഹോട്ടലിൻ്റെ ഒരു മുറിയിൽ ഇരുന്നിട്ട് അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിനോട് പാടാൻ പറയുക ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് പരമോണ്ണം പാടാൻ പറയും, ജയ ആ പാട്ടൊന്ന് പാടൂ, അല്ലെങ്കിൽ ആ കവിത ഒന്ന് പാടൂ എന്നാണ് പറയാം. അപ്പോൾ ജയേട്ടന് ഒരിക്കലും നോ പറയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പരമോണ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നയാളാണ്. ഒരു മുല്ലപ്പൂമാലയുമായി എന്നുള്ള പാട്ട് പാടാനായിട്ട് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് പരമോണ്ണനാണ്. ആ പാട്ട് പാടാനായിട്ട് അദ്ദേഹത്തിന് വലിയൊരു സഭാകമ്പമുണ്ടായിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം വീണ്ടും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് സ്റ്റുഡിയോയിൽ ഇരുത്തി പാടിച്ച ആളാണ് പരമോണ്ണൻ. അപ്പോൾ ആ സദസ്സിൽ അങ്ങനെ പാടിയൊരു പാട്ടാണ് എനിക്ക് അവസാനമായിട്ട് ആ സദസ്സിൻ്റെ ഉള്ളിൽ വന്നൊരു പാട്ട് ശ്രാന്തമമ്പരം എന്നുള്ളൊരു പാട്ട് അദ്ദേഹം പാടിയത്. ഞാൻ വിചാരിക്കുന്നു ആ പാട്ട് ജയേട്ടൻ പാടുമ്പോഴും യേശുദാസ് പാടുമ്പോഴും ഉണ്ടാകുന്ന ആ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഞങ്ങൾക്കന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാവുണ്ടായി. കാരണം ജയേട്ടൻ ആ പാട്ട് പാടുമ്പോൾ ഈ ശ്രാന്തമമ്പരം അതിൻ്റെ ഒരു കാവ്യഭംഗിയാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് യഥാർത്ഥ കടന്നു വന്നത്. നേരെ മറിച്ച് അത് ദാസേട്ടൻ പാടുമ്പോൾ അതിൻ്റെ ഒരു തത്വചിന്ത, ഒരു ഫിലോസഫിയൊക്കെ വന്നിട്ടുള്ള അത് ഒരു അഗാധമായിട്ടുള്ളൊരു സ്വരമായിട്ട് മാറുകയാണ്. പക്ഷേ ജയേട്ടനടുത്ത് പാടുമ്പോൾ അത് ഭയങ്കര ഒരു ഭാവഗംഭീരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷനായിട്ടത് മാറുകയാണ്.
ആ രീതിയിലാണ് അദ്ദേഹം അതിൽ നീല ഗവീരോ ഛായ എന്നൊക്കെ നമ്മളങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു അനന്തമായുള്ളൊരു ചിത്രം, ഒരു ഭാവചിത്രം നമുക്ക് ആ പാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുകയാണ്. അത് ജയേട്ടന് ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും ജയേട്ടന് പാടാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ദൈവം എന്ന് പറയുന്നയാളോ അല്ലെങ്കിൽ സർവശക്തൻ എന്ന് പറയുന്ന ഒരാളോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശബ്ദം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്.